കർണാടകത്തില് ഈ അടുത്തിടെ സ്വർണത്തിൻ്റെയും ലിഥിയത്തിൻ്റെയും നിക്ഷേപം കണ്ടതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെ കർണാടകത്തിൽ പിന്നെ സ്വർണം കണ്ടിട്ടുണ്ട്, ലിഥിയത്തിൻ്റെ അംശം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇതിനെ തുടർന്ന് ഖനനം നടന്നതായിട്ടോ നിക്ഷേപത്തിൻ്റെ അതിനെ തുടർന്നുള്ള മറ്റ് ശേഖരം കിട്ടിയതായിട്ടോ അങ്ങനെയൊന്നും പിന്നീട് കേൾക്കുന്നില്ല. അപ്പോൾ സാർ, ഇത്തരം വാർത്തകൾ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ അതിൻ്റെ പിന്തുടർന്നുള്ള നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടായതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇത്തരം വാർത്തകൾ വെറും വ്യാജ വാർത്തകളാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നില്ല സാർ? അത് അയ്യപ്പദാസ് ചോദിച്ചത് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. അപ്പൊ ഏറ്റവും ഒടുവിലെ കണ്ടെത്തലിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അയ്യപ്പദാസിന്റെ ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും ഒടുവിൽ ഇതൊരു 2 ദിവസം മുമ്പാണ് കർണാടകത്തിലെ കൊപ്പൽ അതുപോലെ റൈച്ചൂർ എന്നീ 2 ജില്ലകൾ, കൊപ്പലിലെ സ്വർണവും റൈച്ചൂരിലെ ലീഥിയവും, അത് ചെറിയ നിക്ഷേപമല്ല, വലിയ തോതിലുള്ള നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് 2 ദിവസം മുമ്പാണ് ആ വാർത്തകൾ വന്നത്. അപ്പം ഈ നിക്ഷേപം വനപ്രദേശത്തിനുള്ളിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ ഇതിന് നിയമപരമായിട്ട് ഇപ്പോൾ നടക്കുന്ന എക്സ്കവേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കർണാടക സ്റ്റേറ്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് നടത്തിയ ഖനനത്തിലാണ് ഈ കണ്ടെത്തലുകൾ ഉണ്ടായത്. പക്ഷേ അവരുടെ ഒരു ഖനനം സർവേ തന്നെ പൂർത്തിയാകണമെങ്കിൽ 4 തരത്തിലുള്ള ഖനനങ്ങൾ നടത്തണം. ഇത് 2ാമത്തെ ഖനനത്തിൽ തന്നെ ഇവിടെ ലീഥിയത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വൻ നിക്ഷേപത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു നിക്ഷേപമായിരിക്കും എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. കാരണം യഥാർത്ഥത്തിൽ 3ഉം 4ഉം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ആഴത്തിലുള്ള ഖനനം നടത്തുന്നത്. അപ്പോൾ ആഴത്തിൽ പോകാതെ തന്നെ ഈ സ്വർണവും ലീഥിയവും കൊപ്പലിലും റായ്ചൂരിലും കണ്ടെത്തി എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. തൽക്കാലത്തേക്ക് ഒരു പ്രതിസന്ധി ഉള്ളത്, ഇത് വനപ്രദേശമായതിനാൽ നിയമ ഭേദഗതി നടത്തേണ്ടി വരും കൂടുതൽ ഖനനത്തിന്. കാരണം എൻവയോൺമെന്റൽ ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെട്ട മേഖലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് നിയമ ഭേദഗതി വരുത്തി ഈ ഖനനം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്, മൊത്തം രാഷ്ട്രത്തിന്റെ ആവശ്യമാണ്. ഈ അയ്യപ്പദാസിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ശരിയാണ്, ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഒഡീഷയിൽ ഏതാണ്ട് 1ഉം 2ഉം അല്ല 17 സൈറ്റുകളിൽ നിന്ന് സ്വർണം കണ്ടെത്തി. ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തി, ജാർഖണ്ഡിൽ ഛത്തീസ്ഗഡിൽ കണ്ടെത്തി, മധ്യപ്രദേശിൽ കണ്ടെത്തി. ലീഥിയത്തിന്റെ ഏറ്റവും വലിയ ശേഖരം ജമ്മുവിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഖനനം തുടങ്ങുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറും കള്ളമാണോ? അതിന് ന്യായമായ മറുപടി ഉണ്ട്. അതായത് ഈ വാർത്തകളൊന്നും കള്ളമല്ല. പക്ഷേ ഖനനം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സാങ്കേതിക പ്രവർത്തികൾ, നിയമക്കുരുക്കൾ, ഇതെല്ലാം സർക്കാർ തന്നെ, സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടെ സർക്കാരിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഖനനമാണെങ്കിലും ഇപ്പം ചൈനയോ അമേരിക്കയിൽ കുറച്ചുണ്ടാവാം, പക്ഷേ ചൈന പോലൊന്നും നമുക്ക് വേഗത്തിൽ, ചൈനയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായാൽ ഒരു 3 മാസത്തിനുള്ളിൽ ഖനനം തുടങ്ങുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഇന്ത്യയിൽ ദൗർഭാഗ്യവശാൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം ഞാൻ അതാണ് ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ കണ്ടെത്തിയ 2 സ്ഥലങ്ങളും പാരിസ്ഥിതിക ലോല പ്രദേശമാണ്, എൻവയോൺമെന്റലി ഫ്രജൈൽ ഏരിയ ആണ് എന്നുള്ള ഒരു നിരീക്ഷണം. സ്വാഭാവികമായിട്ടും ഇനി പരിസ്ഥിതി സംഘടനകളെ കോടതിയിൽ കേസ് പോവും. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ഊഹത്തിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു ഖനനം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് 1 തൊട്ട് ഒരു 2-3 വർഷം തൊട്ട് ഒരു 6-7 വർഷം വരെ എടുക്കും. കാരണം ആദ്യം നിയമക്കുരുക്കുകളെല്ലാം അഴിക്കണം, കോടതി വിധികളും തടയുന്നതും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ പ്രദേശങ്ങൾ സർക്കാർ പ്ലോട്ട് തിരിച്ചിട്ട് ലേലം ചെയ്യും. ലേലം ചെയ്തിട്ട് സ്വകാര്യ മേഖലയുടെ കൂടെ നിക്ഷേപത്തോടാണ് ഈ
പിന്നെ ഖനനം തുടങ്ങേണ്ടത്. ഇപ്പോൾ ജമ്മുവിലൊക്കെ അങ്ങനെ ലേലം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി ചില കേന്ദ്രങ്ങളിൽ ഇതിന് വിദേശ ടെക്നോളജിയുടെ ആവശ്യമുണ്ടാകും. സ്വർണത്തിൻ്റെ കാര്യത്തിൽ അത് വരില്ല. പക്ഷേ ലീഥിയം സംസ്കരിച്ചെടുക്കുന്നതിന് വിദേശ ടെക്നോളജിയുടെ ആവശ്യമുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ ലേലത്തിലെടുക്കുന്ന കമ്പനിക്ക് അത് സംസ്കരിക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കും. അപ്പോൾ അവർക്ക് വിദേശത്തു നിന്നുള്ള കമ്പനിയുടെ സമ്മതപത്രം കാണിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല, ഇവർ രണ്ട് കമ്പനികളോട് ചേർന്ന് ഇന്ത്യയിലൊരു കമ്പനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഫ്ലോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് നിയമക്കുരുക്കളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിയമക്കുരുക്ക് അഴിക്കണമെങ്കിൽ തന്നെ നാളുകളുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ വാർത്തകൾ വരുമെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന അത്ര കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഈ വാർത്തകളെല്ലാം വന്നത് 2025 ഒരു മാർച്ച് തൊട്ടാണ്, ഏപ്രിൽ തൊട്ടാണ് ശരിക്കും ഈ വാർത്തകളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിപ്പം ഒരു 6 മാസത്തിനുള്ളിലൊന്നും ഇന്ത്യയിൽ ഒന്നും നടക്കില്ല. നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥിതി അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഈ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസം അല്ലെങ്കിൽ നിയമങ്ങളുടെ ആധിക്യം ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും പുരോഗതിയുടെ ഗതിവേഗത്തെ തടയുന്നത്. ഇപ്പം തന്നെ കർണാടകത്തിലെ അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. കർണാടകത്തിലെ യഥാർത്ഥത്തിൽ ഈ ലീഥിയം കണ്ടെത്തൽ ആദ്യം വാർത്ത വരുന്നത് 2023 പക്ഷേ അതിനുശേഷം പിന്നെ അവർക്ക് ആ പരീക്ഷ, അതായത് സ്റ്റേറ്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് തുടർ ഗവേഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടത്. ഇതിനിടയ്ക്ക് ചില വാർത്തകൾ വരുന്നത് ഈ കർണാടകം പണ്ട് തൊട്ടേ സ്വർണ്ണ ഖനനം, അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കോലാർ സ്വർണ്ണഖനിയെക്കുറിച്ച്. അങ്ങനെ KGF എന്നുള്ള സിനിമയൊക്കെ ഉണ്ടല്ലോ, കോലാർ ഗോൾഡ് ഫീൽഡ്. അപ്പോൾ ഈ കർണാടകത്തിൽ വലിയ അധോലോക സംഘങ്ങൾ രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലുള്ളത്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, BJPയുടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഖനനം സർക്കാർ മേഖലയിൽ തുടങ്ങുന്നതിനെ അട്ടിമറിക്കാൻ ഇവർ ശ്രമിക്കും. കാരണം ഇവർ ഇതിനിടയ്ക്ക് എവിടെ വന്നിട്ട് ഈ സ്വകാര്യ ആൾക്കാർ വന്നിട്ട് ഖനനം ചെയ്യാൻ ശ്രമിക്കും, സർക്കാരിൻ്റെ അനുമതിയൊന്നുമില്ലാതെ. അങ്ങനെ ഈ ഖനന മേഖലയെ മാഫിയകളാണ് ഇന്ത്യയിൽ നിയന്ത്രിച്ചിരുന്നത്. കൽക്കരി ഖനന മേഖലയെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ജാർഖണ്ഡിലെ ഒരു കാലഘട്ടത്തിൽ നക്സലുകൾ മാത്രമായിരുന്നു ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ആ പ്രദേശത്ത് പോയി ഖനനമൊന്നും നടത്താൻ പറ്റത്തില്ല. ഛത്തീസ്ഗഡിലും ഇപ്പോഴാണ് നക്സലുകളുടെ നിയന്ത്രണത്തിൽ. നക്സൽ ഇൻഫെസ്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏരിയയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലീസിനോ അധികാരികൾക്കോ ഒന്നും അവിടെ എത്തപ്പെടാൻ പറ്റാത്ത കേന്ദ്രങ്ങളിലായിരുന്നു ഈ ഖനന മേഖലകൾ. പിന്നെ അതുകൂടാതെ ഒരുപാട് സ്വകാര്യ മാഫിയകളും ഉണ്ടായിരുന്നു. ഈ മാഫിയകളൊക്കെ തന്നെ സർക്കാരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ആവശ്യത്തിന് കൈക്കൂലി നൽകി അവരെ ഈ പ്രോസസ്സിനെ എല്ലാം തടസ്സപ്പെടുത്തും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഈ മൈനിങ് മേഖലയിലെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ഘടകം. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ മേഖലയിൽ ഒരു ഗോൾഡ് മൈൻ പ്രവർത്തനം തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിച്ചു തന്നെ. കാരണം മാസങ്ങൾ കൊണ്ട് അവിടെ അലോട്ട്മെന്റ് കഴിഞ്ഞു, പ്ലോട്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിൽ അവർ ഖനനം തുടങ്ങി. പക്ഷെ അതൊരു വലിയ ഗോൾഡ് മൈൻ അല്ല. പക്ഷെ ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കർണാടകത്തിലെ കൊപ്പാലിലുള്ള സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നത് 1 ടൺ മണ്ണെടുത്താൽ അതിൽ 12-13 ഗ്രാം സ്വർണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. 1 ടൺ മണ്ണെടുക്കുമ്പോൾ 13, ഇത് എന്താ ഇത്ര വലിയ കാര്യം? പക്ഷേ ലോകത്തിൽ എല്ലാ ഖനികളിലും സ്റ്റാൻഡേർഡായിട്ട് കാണുന്നത് ഒരു ഖനി ലാഭകരമായി പ്രവർത്തിക്കണമെങ്കിൽ 1 ടൺ അയിരിലെ വെറും 7 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ ആ ഖനി ലാഭകരമാണ്. ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള കോലാർ ഉൾപ്പെടെയുള്ള സ്വർണ്ണ ഖനികളിൽ 1 ടണ്ണിൽ വെറും 3 ഗ്രാം മാത്രമാണ്. ഇവിടെ ഉപരിതലത്തിൽ നിന്നും അധികം താഴെ അല്ലാതെ തന്നെ 1 ടൺ മണ്ണിൽ 13 ഗ്രാം സ്വർണ്ണമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സ്വർണ്ണശേഖരമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ ലീഥിയവും അധികം കുഴിക്കാതെ തന്നെ, അധികം ആഴത്തിലേക്ക് പോകാതെ തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു റായ്ചൂരിൽ. ഈ റായ്ചൂർ എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. പഴയ കാലത്ത് തന്നെ വലിയ ഫലഭൂയിഷ്ഠമായ ഒരു മേഖലയായിരുന്നത്
റായ്ചൂർ ഭൂമിക്ക് വേണ്ടി പണ്ട് വിജയനഗര സാമ്രാജ്യവും ഗോൽക്കൊണ്ട സുൽത്താൻമാരും തമ്മിൽ എല്ലാ കാലവും യുദ്ധം നടന്നിട്ടുള്ളത് റായ്ചൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനാണ്. ആ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനാണ്. അവിടെ ഖനികള്, കൃഷി എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്ര ഒരു പിന്നെ മിനറൽ ഖനി, അതായത് ധാതുക്കളാൽ സമ്പുഷ്ടവും അതുപോലെ പിന്നെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും അനുയോജ്യവുമായ രണ്ടും ഒരു ഡുവൽ പർപ്പസ് ആയിട്ടുള്ള ഒരു സോണാണ് റായ്ചൂർ. അവിടെ ജലവും ലഭ്യമാണ്. അപ്പോൾ ഈ പ്രദേശത്താണ് ഇപ്പോൾ ഈ ലീത്തിയം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റത് കൊപ്പലിലാണ്. ഇനി ഇത് ഒഡീഷയിൽ, പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ വീണ്ടും മറുപടി പറയുകയാണ്. ഒഡീഷയിലെ 17 സ്ഥലങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതിൽ പലയിടത്തും പിന്നെ ഓപ്ഷനിങ് പ്രോസസ്സ് പൂർണ്ണമായിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് പാർട്ടികൾക്ക് അത് ഓപ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ ലീത്തിയത്തിൻ്റെ എക്സ്കവേഷൻസ് വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, ഒരു 3 കൊല്ലം 2028-30 കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മുടെ ഖനന മേഖല വളരെയധികം വ്യത്യസ്തവും ഊർജിതവുമായ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തപ്പെടും. ഇതൊരു തുടക്കമാണ്. സത്യത്തിൽ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിലേക്ക് വൻതോതിൽ നിക്ഷേപം നമ്മൾ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇതിൻ്റെ ഒരു പ്രതിസന്ധി ഒരു പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് അന്നത്തെ പിന്നെ ഭരണാധികാരികൾ ഇതിന് വേണ്ടത്ര ഒരു ഊന്നൽ കൊടുത്തിരുന്നു. ഒരുപക്ഷെ അവരുടെ കുറ്റമായിരിക്കില്ലായിരിക്കാം, അന്ന് സാമ്പത്തികമായിട്ട് ഇത്രയധികം മുന്നേറിയിട്ടില്ലാത്ത രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ഇത്തരം പര്യവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കാൻ അധികം തുകയില്ലായിരിക്കാം. ഇപ്പം ഞാൻ മറ്റൊരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതായത് ആൻഡമാൻ കടലിടുക്കിലെ ഇപ്പോൾ എണ്ണയും പ്രകൃതിവാത നിക്ഷേപവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്താ പണ്ട് കണ്ടെത്താതിരുന്നത്? വളരെ ലളിതമാണ് ഉത്തരം. അതായത് ഒരു കിണറിൽ ഈ പ്രകൃതിയോ എണ്ണയോ ക്രൂഡ് ഓയിലോ കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്ന അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഏതാണ്ട് 30-35 കിണറുകളെങ്കിലും കുഴിക്കുമ്പോഴാണ് ഒരെണ്ണത്തിൽ ഇത് കണ്ടെത്തുന്നത്. ഈ ഓരോ കിണറിന് വേണ്ടിയും ചിലപ്പോൾ 200-300 കോടി രൂപയൊക്കെ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ എത്രായിരം കോടി രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മളൊരു ഫൈൻഡിങ് നടത്തുന്നത്. പക്ഷെ അത് നഷ്ടമല്ല. കാരണം ഒരൊറ്റ കിണറിലെ ഉൽപ്പാദനം കൊണ്ട് തന്നെ നമ്മൾ ഈ ചെലവഴിച്ച ആയിരക്കണക്കിന് കോടി രൂപ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി, റിസർച്ചിന് വേണ്ടിയിട്ട് ചെലവാക്കാനും ഒരുപക്ഷെ കളയാനും, കടലിൽ കൊണ്ട് കളയാനും നിങ്ങൾക്ക് പണം വേണം. അങ്ങനെ നിങ്ങൾ ചെലവാക്കിയില്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് ഇതൊന്നും ലഭിക്കുകയില്ല. ഇപ്പോൾ ഉപഗ്രഹം വഴി ഹൈഡ്രോ കാർബണുകളുടെ പ്രസൻസ് നമ്മൾ കണ്ടെത്തിയാൽ അത് എത്ര ആഴത്തിലാണ്, അത് എത്രമാത്രം ഒരു പിന്നെ വയബിളാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ ആക്ച്വൽ മൈനിങ് തന്നെ നടത്തണം. ഇത് പലപ്പോഴും പിന്നെ ചില ഞാൻ ഈ ആദ്യം പറഞ്ഞ നിയമങ്ങളുടെ പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. സ്വകാര്യ മേഖലയെ പങ്കാളിയാക്കാനുള്ള പരിമിതികൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഈ അയ്യപ്പദാസ് ആദ്യം ഉന്നയിച്ച സംശയങ്ങളിലേക്കൊക്കെ വഴിതെളിച്ചത്. ഈ പറയുന്ന കടമ്പകളൊക്കെ ചാടിക്കടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും കുറെ കൊല്ലങ്ങൾ എടുക്കും. ആ കൊല്ലങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റൂ, നിയമങ്ങൾ പരിഷ്കരിച്ചേ പറ്റൂ. എന്തായാലും ശരി, കർണാടകത്തിലേത് വളരെ സീരിയസ് ഫൈൻഡിങ് ആണ്. കേന്ദ്ര സർക്കാരും അതിനകത്തിൽ കൃത്യമായിട്ട് ഇടപെടും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പരിസ്ഥിതി ലോലപ്രദേശം എന്നുള്ള ഒരു കടമ്പ മറികടക്കാനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം തന്നെ നിയമം ഭേദഗതി ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് ഇവയെക്കുറിച്ചുള്ള പുതിയ ഡെവലപ്മെന്റ്സ് പ്രേക്ഷകരെ അറിയിക്കും.